ബി.ജെ.പിയുടെ തിരുവനന്തപുരം ജില്ലാ ഓഫീസിന് സമീപത്താണ് നമ്മുടെ റിപ്പോർട്ടർ ടി.വിയുടെ തിരുവനന്തപുരം ബ്യൂറോ. ഞങ്ങളിങ്ങനെ രാവിലെ ഓഫീസിന് മുമ്പിൽ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ഉത്തർപ്രദേശ് വണ്ടിക്കകത്ത് കുറേ സ്വാമിമാരുണ്ട്, നമ്മുടെ കുറേ പേരുണ്ട്, രുദ്രാക്ഷമുണ്ട്, ആശീർവദിക്കൊക്കെ ഉണ്ട്. കാശിന്ന് വരെയാണ് ഇവിടുത്തെ കരമന ജയനെ, അതായത് തിരുവനന്തപുരത്തെ ബി.ജെ.പി സ്ഥാനാർത്ഥിയെ ആശീർവദിക്കാൻ വന്നാണ്. വേറെ എന്തൊക്കെയോ നമ്മുടെ ഗോകുല് ഇവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്താ ഗോകുല് ഇവർ പറയുന്നത്? അല്ല, യു.പിന്ന് വന്നതാണ്. എന്തായാലും ഇവിടുത്തെ ബി.ജെ.പി നേതാക്കളെ കാണണമെന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ബി.ജെ.പിക്ക് ജയം നേടാൻ വേണ്ടി യു.പി മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണെന്നാണ് പറയുന്നത്. യോഗിയുടെ ആളാണ് പറയുന്നത് അല്ലേ? आप कहाँ से? उत्तर प्रदेश। आशीर्वाद लेने के लिए आशीर्वाद देने के लिए बीजेपी को बहुत वोटों से जीत होगा बीजेपी का। इधर बीजेपी को नई सीट्स जस्ट टाइम सीट हो जाएगा। हाँ, सन 2026 अपनी बीजेपी रहेगी. ഇത്തവണ എന്തായാലും ബി.ജെ.പിക്ക് സീറ്റ് ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാക്കുന്നു, അല്ലെങ്കിൽ പറയുന്നുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കാണുന്ന ഈ ഡ്രസ്സൊന്നുമില്ലാത്ത സ്വാമിമാരില്ലേ, അങ്ങനത്തെ ഒരു സ്വാമിയാണ് ഈ വണ്ടിയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അഘോരി. ഇവർ ബാക്കിലിരിക്കുന്നവർ വസ്ത്രമൊക്കെ ഉണ്ട്, പക്ഷേ ഫ്രണ്ടിലിരിക്കുന്ന സ്വാമിക്ക് വസ്ത്രങ്ങളൊന്നും ഇല്ല. അങ്ങനത്തെ ഒരു സ്വാമിയാണ്. എന്തായാലും നമ്മൾ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ കരമന ജയൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒരു എം.എൽ.എ കാണണമെന്നാണ് പറയുന്നത്. നമുക്കിവിടെ ബി.ജെ.പി എം.എൽ.എ ഒന്നും കാണിച്ചു കൊടുക്കാനില്ല. യോഗി പറഞ്ഞിട്ട് വന്ന ആളായതുകൊണ്ട് സ്വാഭാവികമായിട്ടും യു.ഡി.എഫിൻ്റെ എൽ.ഡി.എഫിൻ്റെ എം.എൽ.എമാരെ ഒന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്തായാലും കരമന ജയൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ കേരളക്കര അടുത്തൊരു 2-3 ആഴ്ച എന്തെല്ലാം തമാശ കാഴ്ചകൾ കാണേണ്ടി വരും എന്നുള്ളതിന് ഒരു രൂപമില്ല കേട്ടോ. നമ്മൾ ഈ കാഴ്ചകളൊന്നും കേരളം ഇതിനു മുമ്പ് കണ്ട് പരിചിതമല്ല. ഇതൊന്നും ഇത്തരം കോലാഹലങ്ങളോ അല്ലെങ്കിൽ ഇത്തരം രൂപങ്ങളൊന്നും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് രംഗത്തോ അതിന് നമ്മൾ ഇവരെയൊന്നും കണ്ടിട്ടില്ല. ഈ അടുത്ത കാലത്ത് നീളയുടെ തീരത്ത് നടന്ന ഒരു മഹാകുംഭമേളയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ഈ ആൾക്കാരൊക്കെ വന്ന് ചില പൂജകളൊക്കെ നടത്തിയതായി നമ്മൾ പത്രങ്ങളിലും ടി വികളിലൊക്കെ കാണുകയുണ്ടായി. ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ തന്നെ സ്വാമിമാർ ഈ അഘോരി എന്ന വിഭാഗത്തിൽപ്പെട്ട് യോഗി പറഞ്ഞു വിട്ടു. ഉത്തർപ്രദേശിൽ നിന്ന് ഇവിടുത്തെ എം.എൽ.എമാരെ അനുഗ്രഹിക്കാൻ പറഞ്ഞു വിട്ടാൽ അത്ര ബി.ജെ.പിക്ക് എം.എൽ.എമാരെ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹം വിചാരിച്ചിരിക്കുന്നത്. ഇവിടെ ബി.ജെ.പിക്ക് എം.എൽ.എമാരുണ്ടെന്നാണ്, അവരെ എം.എൽ.എ കാണണമെന്നും പറഞ്ഞിട്ട് തിരുവനന്തപുരത്തെ കരമന ജയൻ മത്സരിക്കുന്ന അസംബ്ലി മണ്ഡലത്തിലേക്ക് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ കാണാനും അനുഗ്രഹം കൊടുക്കാനും കുറച്ച് ബി.ജെ.പി എം.എൽ.എമാരെ ഉണ്ടാക്കാനുള്ള സ്വാമിമാരാണ് ഉത്തർപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്നത്. കേരളത്തിന് ഇത്തരം കാഴ്ചകളൊന്നും തീരെ പരിചിതമല്ല എന്നുള്ളത് സത്യമാണ്. വലിയൊരു പുരോഗമന സമൂഹം താമസിക്കുന്ന ഇടമാണ് കേരളം എന്ന് വിചാരിക്കുന്നിടത്തേക്കാണ് ഈ രൂപങ്ങളൊക്കെ എത്തിച്ചേരുന്നത്. ഈ നഗ്ന സന്യാസികൾ, അഘോരികളായ സന്യാസികളൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങുന്ന അതിവിചിത്രമായ ഈ കാഴ്ചകൾ നമ്മൾ കാണുകയാണ്. ഇത് കേരള സമൂഹം ഇടതുപക്ഷ ചിന്താഗതിയുള്ള പുരോഗമന ചിന്താഗതിയുള്ള ഈ സമൂഹം എങ്ങനെ ഉൾക്കൊള്ളും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഇത്തരം തമാശകൾ എന്തായാലും തുടർന്നും നമ്മൾ കാണേണ്ടി വരും. ഒരു ആധുനിക ജനസമൂഹത്തിന് ചേരുന്ന കാഴ്ചകളാണോ നമ്മൾ ഈ കാണുന്നത് എന്നൊക്കെ നമ്മുടെ പ്രേക്ഷകർ വിലയിരുത്തട്ടെ. അല്ലാതെ എന്ത് പറയാൻ, ഇത്തരം കാഴ്ചകൾ എന്തായാലും കേരളത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ കാണേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം ഉത്തരേന്ത്യയിലൊക്കെ ഇത്തരം കാഴ്ചകൾ നടത്തി വിജയിച്ച പരീക്ഷണം കേരളത്തിലും നടക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാണ് നമ്മൾ കണ്ടത്. നന്ദി, നമസ്കാരം. കൂടുതൽ തമാശകൾ കാണുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. താങ്ക് യു.